ഇങ്ങനാണോ? അവിടെ അച്ഛാ, എന്തുപറ്റി? നിങ്ങൾ ഒന്നിച്ചോട്ട് രണ്ടായിട്ടാണല്ലോ കയറി വന്നത്. നിങ്ങൾ വീണ്ടും ഉടക്കിയോ? ഉടക്കിയൊന്നുമില്ല. അവൾ എന്നെക്കാളും കണക്കൂട്ടലാണ്. കാര്യം പറ. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടി കയറി. കുഞ്ഞിന്റെ ഹെൽത്ത് എല്ലാം ഓക്കെയാണ്, ഹാർട്ട് ബീറ്റും എല്ലാം ഓക്കെയാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അതെ, അതിനിപ്പോ എന്താ? കുഞ്ഞിന്റെ കാര്യമെല്ലാം അറിഞ്ഞ ശേഷം ആവണിയോട് ചോദിച്ചു, ഇനി കുഞ്ഞിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ അവളെന്നോട് പറയണേ, എന്നാ പുറത്തോട്ടിരിക്കും, എനിക്ക് എന്റെ ചില കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനോട് ഇരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറയണാണ്, കുഞ്ഞിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ പോരെ. എന്നിട്ട് എന്നെ പുറത്താക്കി. അതൊക്കെ ശരിയാവും ചേട്ടാ. നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ല, എനിക്കറിയാലോ ശരിയാവൂന്ന്. അച്ഛ ഇങ്ങനെ നെഗറ്റീവ് ആവാതെ പോസിറ്റീവ് ആവ്. അച്ഛ ഇന്ന് അമ്മ ആദ്യമായിട്ട് ചെക്കപ്പിന് കൊണ്ടുപോയില്ലേ, അങ്ങനെ ചിന്തിക്ക്. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. ഇവരൊന്നിച്ചു പോയത് കണ്ടപ്പോ മനസ്സ് തകർന്നതാ. ഇപ്പൊ ഈ തിരിച്ചു വന്ന വരവും ഇതും കൂടി കേട്ടപ്പോ മനസ്സിനൊരു സന്തോഷം. എന്താടി പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് തീർത്തോ? പ്രൊജക്റ്റോ? ഏത് പ്രൊജക്റ്റ്? ആ പ്രൊജക്റ്റ് അത് ചെയ്തു കൊടുത്തു. ഒരുപാട് അങ്ങ് ഇടുന്ന് ഉരുണ്ട് കളിക്കണ്ട, എനിക്കറിയാം എന്താന്ന്. അവണി റെസ്റ്റ് എടുത്തോട്ടോ, യാത്ര കഴിഞ്ഞ് വന്നല്ലേ. ത്രിവേണി ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്ന മരുന്നില്ലേ, അത് തന്നെ കഴിക്കാനാ ഡോക്ടർ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ടൈമിലൊന്ന് നോക്കിയേക്ക്. ഇനി അടുത്ത മാസം സ്കാനിങ് ഉള്ളൂ. ഡേറ്റ് എനിക്കറിയാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ വാഷ്റൂം പോയിട്ട്. ചേട്ടാ, എല്ലാം ഓക്കെ അല്ലേ? ഞാൻ എല്ലാം ഇവരോട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താടി പറയാ കുഞ്ഞമ്മ, കുറച്ച് വെയിറ്റ്. അല്ല, എന്തിനിപ്പൊ കുറച്ചാക്കുന്നേ? കുറെ ഇരിക്കട്ടെ, കുഞ്ഞിന് നല്ല ആരോഗ്യം വെക്കട്ടെ. ഈ കുങ്കുമപ്പൂ കലക്കിയ പാൽ കുടിച്ചിട്ടാണല്ലോ എനിക്ക് വയറിളക്കവും തലചുറ്റലും ഒക്കെ ഉണ്ടായത്. ആ സ്ഥിതിക്ക് ഏട്ടത്തിക്കും ഉണ്ടായിക്കോളും. കുറച്ചല്ല ഇട്ടത്, കുറേ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളകിക്കോളും. പാല് ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുള്ള പാല് നിങ്ങൾക്കല്ല, ഏട്ടത്തിക്കാ. ഏട്ടത്തിക്ക് നീ പാലുണ്ടാക്കി കൊടുക്കണ? നോണ പറയില്ല അഞ്ചു. അതെന്താ എനിക്കുണ്ടാക്കി കൊടുത്തൂടെ? ഞാൻ ഉണ്ടാക്കിയ പാലെന്താ ഏട്ടത്തിയുടെ തോണ്ടേന്ന് ഇറങ്ങൂലേ? പ്രഗ്നന്റ് ആയ സ്ത്രീക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ സമ്മതിക്കരുത് കേട്ടോ. എനിക്കോ പ്രസവിക്കാൻ പറ്റൂല പ്രകാശേട്ടാ. എന്നാ പ്രസവിക്കാൻ പറ്റുന്നവരെങ്കിലും ഞാനൊന്ന് കെയർ ചെയ്തോട്ടെ.